എല്ലാവർക്കും നമസ്കാരം. ആദ്യ നവി റൈറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഗ്ലോബൽ വില്ലേജ് ടൂറിന്റെ പാർട്ട് 2 ആണ്. ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഈ ഭാഗത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ കാണാത്തവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഗേറ്റിന്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ കാണാൻ പോകുന്നത് പവിലിയൻസും അതിൻ്റെ ഇൻസൈഡ് വരുന്ന ഷോപ്സും ഷോപ്പിങ്ങും പിന്നെ കുറച്ച് സ്റ്റണ്ട് ഷോ പ്രോഗ്രാംസ് ഒക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു എൻട്രൻസ് ആണ്. നമ്മൾ എൻട്രൻസിൽ അകത്ത് വന്നിട്ട് അകത്ത് നിന്ന് പുറത്തോട്ട് എടുത്തിരിക്കുന്ന ഒരു വ്യൂ ആണ്. അകത്തുനിന്ന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ അകത്ത് നിന്നിട്ട് ആ ഗേറ്റിൻ്റെ ഇൻസൈഡ് വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്തോട്ട് കയറുമ്പോൾ ഇതുപോലെ ഒരു ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട്. ഇതാണ് ആ ഇൻറ്റീരിയർ വ്യൂ, ഗേറ്റിൻ്റെ ഇൻസൈഡ് വ്യൂ. ഇതുപോലുള്ള നാവിഗേഷൻ ബോർഡ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ചൈനീസ് ബോർഡ്സ് ഒക്കെ ഇടയ്ക്കുണ്ട്. അതുപോലെ ബ്ലൂ കളർ ഫൗണ്ടെയിൻ, ചാടി നിൽക്കുന്ന കുതിരകളൊക്കെ ആയിട്ട് ബ്ലൂ കളർ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വാട്ടർ ഫൗണ്ടെയിൻ കാണാം. അതിന് ചുറ്റുമായിട്ട് ഇരിക്കാൻ പാകത്തിന് സീറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. ഈദ് ടൈം ആയതുകൊണ്ട് തന്നെ ഈദ് വണ്ടേഴ്സ് എന്ന ഒരു സൈനേജ് ബോർഡോടുകൂടിയായിരുന്നു ആ എൻട്രൻസിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ. ഒരുപാട് എൻട്രൻസ് ഉള്ളതിൽ ഒരു എൻട്രൻസ് ആണ് ഇത് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ ഇതാണ് ഔട്ട് സൈഡ്, അതായത് സൈഡിലൊക്കെ ഇരിക്കാൻ പാകത്തിനുള്ള സീറ്റിംഗ് ബെഞ്ചസ്. അതുപോലെ ഈ ഒരു ഫൗണ്ടെയിന് ചുറ്റും അതിന്റെ അതേ ഷേപ്പിൽ തന്നെ ഇരിക്കാനായിട്ടുള്ള നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു ഇരിപ്പിടമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാൽക്കന്റെ ഗോൾഡൻ കളറിൽ നല്ല ഫിനിഷിംഗ് വർക്കോട് കൂടിയിട്ടുള്ള സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. ഈ ഗേറ്റിന് ഫൗണ്ടെയിനൊക്കെ രണ്ട് വശങ്ങളിലായിട്ട് ഗേറ്റിന്റെ തന്നെ പാർട്ട് എന്ന പോലെ കുറച്ച് ബിൽഡിങ്സ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ച് ട്രഡീഷണൽ ടച്ചിൽ വരുന്ന ബിൽഡിങ്സിൽ എല്ലാം തന്നെ പല പ്രോഡക്ട്സിന്റെ സെയിലാണ്, ഓരോ സ്റ്റോറുകളാണ് അത്. അപ്പൊ നമ്മൾ നേരെ ഇതാണ് ആ കാണുന്ന സ്റ്റോറുകളൊക്കെ. അപ്പൊ ഗേറ്റിന്റെ ഇൻസൈഡ് വ്യൂവും ഈ ഫ്രെയിം ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നമ്മുടെ പവിലിയൻസ് പരിചയപ്പെടാം. പവിലിയൻസിന്റെ പരിചയപ്പെടുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യ പവിലിയൻ നിന്ന് തുടങ്ങിയാലോ. എനിക്ക് തോന്നുന്നു കുറേ ഏരിയ ഉണ്ട് ഇന്ത്യ പവിലിയൻ കണ്ടു തീർക്കാൻ. ഒരു സമയത്തൊന്നും കണ്ടു തീരുന്നില്ല. പിന്നെയും പോകുമ്പോൾ പുതിയ ഷോപ്സ് ആണ് ഒരുപാട് ഉള്ള ഒരു വലിയൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതാണ് അതിന്റെ ഔട്ട് സൈഡ്. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു റെയിൽവേ മാർക്കറ്റ് ഇല്ലേ, വെള്ളത്തിൽ വരുന്ന ആ മാർക്കറ്റ് അഥവാ ആ ഒരു കനാലിന് ചുറ്റുമായിട്ട് പവലിയൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ തോന്നി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പവലിയൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സൈഡിലായിട്ടാണ് ഇന്ത്യ പവലിയൻ വരുന്നത്. ഇന്ത്യ പവലിയന്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ ആണിത്. ഭയങ്കര രസമുണ്ടല്ലേ, ഒരു 3-4 നിലയൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ ഇതൊക്കെ കൊടുത്തിട്ട് അതിന്റെ ടോപ്പില് വർക്കും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ. ഇതൊരു സൈഡിൽ നിന്ന് നമ്മൾ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണിത്. അപ്പൊ നമുക്ക് അകത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ അകത്തെ വിശേഷങ്ങളിൽ കാണുന്നത് എല്ലാം ഷോപ്പുകളാണ്. നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള തുണി, നമ്മുടെ സ്വന്തം കാശ്മീരിന്റെ വിവിധ ഡിസൈനുകളും വിവിധ തരത്തിലുള്ള മെറ്റീരിയലും എന്ത് ഭംഗിയാണെന്ന് അറിയാം. നമുക്ക് എല്ലാം വാരിയെടുക്കുന്നത്. ഇത് മറ്റൊരു അട്രാക്റ്റീവ് ഷോപ്പാണ്, മുടി വളരുന്ന എണ്ണ കിട്ടുന്ന ഷോപ്പ്. അതുപോലെ നമ്മുടെ ആന്റിക് ഉപകരണങ്ങള്, പിന്നെ റെഡിമെയ്ഡ്സ്, നമ്മുടെ ഇന്ത്യയിലെ കാശ്മീർ, അതുപോലെ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയലും കളർഫുൾ ക്ലോത്ത്സും ഡിസൈൻസും അങ്ങനെയൊക്കെ കിട്ടുമല്ലോ. ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ഷോപ്പിൽ. ഒത്തന്റിക് ആയിട്ടുള്ള ഓൺ ഡിസൈൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത്രയും ഭംഗിയുള്ള സാധനങ്ങൾ. നമുക്ക് ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. എനിക്ക് എപ്പോഴും തോന്നുന്നതാണ് ഏത് ഷോപ്പിൽ നിന്ന് എടുക്കണം. പിന്നെ റേറ്റ് കൊണ്ട് നോക്കിയാലും ചിലതൊക്കെ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതൽ തന്നെയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്, എന്നാൽ ചിലതൊക്കെ നമുക്ക് കുറവാണ്. ഇതാണ് 1 ദിറംസിന്റെ കമ്മല് മാല. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് കമ്മലുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മല് മാത്രമല്ല, കുറച്ച് വളയും അതുപോലെ ചുട്ടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1 ദിറംസ്, 2 ദിറംസ്, 5 ദിറംസ്, 10 ദിറംസ് ആ ഒരു റേഞ്ചിലായിരുന്നു ഇവിടുത്തെ ആ ഒരു ഈ റൂപ്പ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഷോപ്പൊക്കെ നമുക്ക് വരുന്നത്
ഓരോ നമ്പറൊക്കെ ഇട്ടിട്ട് ഓരോ ഷോപ്പിനും ഓരോ പേരും നമ്പറും ഉണ്ട്. അപ്പൊ നമുക്കതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പോകാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് പിന്നെ വന്ന് വാങ്ങിക്കാം. ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഫുൾ റെഡിമെയ്ഡ്സ് ആണ്. എന്ത് ഭംഗിയായിട്ടാണല്ലോ റെഡിമെയ്ഡ്സ് ഒക്കെ ചെയ്തേക്കുന്നത്. നല്ല തുണിയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ തുണികൾ ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ, അത്ര ക്വാളിറ്റിയാണ്. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് ഇന്ത്യൻ നമ്മുടെ ക്ലോത്ത്സ് ഭയങ്കര രസമുള്ള, നമുക്ക് നല്ല ഭംഗിയുള്ള നല്ല ക്ലോത്ത്സ് കിട്ടും. ഇതൊക്കെ ബെഡ്ഷീറ്റ്സും അതുപോലെ കവേഴ്സ്, പില്ലോ കവേഴ്സ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയതാണ്. എന്ത് ഭംഗിയാണെന്ന് അറിയാം. ഇതൊക്കെ നേരിട്ട് കാണാൻ, വീഡിയോയിൽ അതൊന്നും അത്ര ഭംഗിയായിട്ട് കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം. ഇതും അതുപോലെ നല്ല ഒരു ഹാൻഡ് വർക്ക്സ് ഒക്കെയാണ് കേട്ടോ. ഹാൻഡ് വർക്ക് ഷോൾസ് ഒക്കെ ഉണ്ട്. ജ്വല്ലറി ഷോപ്പാണത്. എനിക്ക് ഡ്രസ്സിനെ പറ്റി പറയുമ്പോൾ നിർത്താൻ തോന്നുന്നു, അത്രയും പറയാനുണ്ട്. കാരണം ഹാൻഡ് വർക്ക് ചെയ്ത ഷോള് അതൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ജ്വല്ലറി ഷോപ്സുകൾ ഇടയിൽ നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള ജ്വല്ലറികളുണ്ട്, നല്ല ഭംഗിയുള്ള വർക്കാണ്. കമ്മല്, മാല, വളകള്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതും കാണാനുണ്ട്. ഇന്ത്യൻ പവലിയനിലാണ് കേട്ടോ എനിക്ക് അട്രാക്റ്റീവായിട്ട് ഒരുപാട് എടുക്കാൻ തോന്നുന്ന രീതിയിൽ. വേറെ ഒരുപാട് പവലിയൻസ് ഉണ്ട് അങ്ങനത്തെ ഒക്കെ, എന്നാൽ പോലും നമുക്ക് ഒരിക്കലും കയറാതിരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മസ്റ്റായിട്ടും കയറി പോകുന്ന ഒരു ഇടമാണ് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ റൈറ്റ് സൈഡിൽ കണ്ട ഭംഗിയുള്ള ഷോളുകളാണ്. ഈ ഒരു ഷോപ്പിൽ അവർ പരസ്യത്തിനായിട്ട് കുറെ മുടിയുള്ള ലേഡീസ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എണ്ണ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ആ ഷോപ്പിൽ. ഈ ഒരു ഷോപ്പ് അവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മറ്റു പവലിയൻസിലും കണ്ടിട്ടുണ്ട് ഹെയർ ഗ്രോത്തിന്റെ ഓയിൽസ് ഒക്കെ. പിന്നെ ജ്വല്ലറീസ് ആണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഭംഗിയുള്ള ജ്വല്ലറീസ് ഒക്കെ ഉണ്ട്. ഇത് എന്ന് പറയുന്നത് ആന്റിക് കളക്ഷൻസിന്റെ ഒരു ഏരിയ തന്നെയാണ്. വിഗ്രഹങ്ങളും വിളക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ഇതും നമുക്ക് ഡ്രസ്സസ്, ട്രഡീഷണൽ വെയേഴ്സിന്റെ ഒരു ഏരിയ ആണ്. പിന്നെ എന്താ പറയാ, കുറേ ഉണ്ട്. ഇത് അവിടുത്തെ സ്റ്റേജ്, ഇന്ത്യൻ പവലിയന്റെ അകത്ത് വരുന്ന സ്റ്റേജ് ആണ്. നമ്മൾ മെയിൻ സ്റ്റേജ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ, അതുപോലെ ഓരോ പവലിയന്റെ ഇൻസൈഡും സ്റ്റേജസ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതും അത് നമ്മുടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫർണിച്ചേഴ്സും ആന്റിക് ആക്സസറീസും രൂപങ്ങളും അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ്. നല്ല ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ സൂക്ഷിക്കാനും വീട്ടിൽ ഡെക്കറേറ്റീവ് ആയിട്ട്. ഇത് എന്താ പറയുന്നത്, ചപ്പാത്തി മേക്കറാണ്. പിന്നെ കുറെ അധികം കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ ഷോപ്സ് ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ അത് പെർഫ്യൂം ഷോപ്പാണ്, അത്തറൊക്കെ വിൽക്കുന്നതാണ്. ഇതും അതുപോലെ സ്പൈസസിന്റെ ഒക്കെയാണ്. പിന്നെ ഇങ്ങനെ ഡ്രസ്സ് തന്നെയാണ്. ഇത് ആദ്യം മുടി വളരുന്ന ഷോപ്പാണ് വീണ്ടും കാണുന്നത്. ഇത് റിപ്പീറ്റഡ് അല്ല കേട്ടോ, കുറേ ഉണ്ട്. അതുകൊണ്ടാണ് സ്പൈസസ് ആണ്, നമ്മുടെ ഇന്ത്യൻ സ്പൈസസ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പൈസസിന് കഴിയും കണക്കും ഇല്ലല്ലോ, അത്രയധികം സ്പൈസസ് റിച്ച് ആണല്ലോ നമ്മള്. അപ്പൊ അതൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ എത്ര നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും മിസ് ചെയ്യാതെ കയറുന്ന ഒരു ഇതാണ് ഇവിടെ. കാരണം അത്രയധികം കളക്ഷൻസ് ഉണ്ട്. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല മുത്തൊക്കെ പിടിപ്പിച്ച നല്ല തുണിയെടുത്ത പേഴ്സസ്, ബാഗ്, അതുപോലെ ചപ്പൽസ്, ഷൂസ് ഒക്കെയാണ്. ഇതും അതുപോലെ വിഗ്രഹങ്ങളും വിളക്കുകള് അതൊക്കെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പാണ്. പിന്നെ നമ്മൾ വീണ്ടും ഇതുപോലെ ഇന്ത്യൻ പവലിയൻ മൊത്തമായി നടന്ന് കണ്ടു. നമ്മുടെ ഓരോ പവലിയന്റെയും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് പവലിയൻസിൽ അതായത് ആ രാജ്യത്തിന്റെ കൾച്ചറൽ ആയിട്ടുള്ള, അതായത് ഒത്തന്റിക് ആയിട്ടുള്ള ഡ്രസ്സസ്, ജ്വല്ലറീസ്, ചപ്പൽസ് ആയിക്കോട്ടെ, എന്ത് സാധനങ്ങളാണെങ്കിലും അതാത് രാജ്യത്തെ ഓൺ മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ ബെഡ്ഷീറ്റ് ഒക്കെയാണ്. ചെറിയ ചെറിയ ഡിസൈൻ ഉള്ളത് കൊണ്ട് ഇല്ലാത്തത് ഒരുപാട് ഇന്ത്യൻ പ്രോഡക്ട്സുകളും കാണാൻ കൗതുകകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഇന്ത്യൻ പവലിയനിൽ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസും നല്ല കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ ഡ്രസ്സുകളുടെ കളക്ഷൻ തീർന്നിട്ടില്ല അല്ലെ, കുറെ ഉണ്ട്. ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയത് കൊണ്ടാണ് അത് കുറച്ച് സൂം ചെയ്തെടുത്തത്. ഇതൊക്കെ നല്ല രസമായിട്ട് തോന്നി. നല്ല മെറ്റീരിയൽ ആണ്. മെറ്റീരിയലിലെ വർക്ക്സ് ആണെങ്കിലും ഭയങ്കര രസമുണ്ട്. അപ്പൊ പെർ മീറ്റർ സ്റ്റാർട്ടിങ് ഫ്രം 10 ദിറംസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. കുറേ അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. പെർഫ്യൂമിന്റെ ഷോപ്പായിരുന്നു അത്.
പിന്നെ നമ്മൾ ഹെറിറ്റേജ് ഏരിയയിലേക്ക് വന്ന അതൊരു ഭയങ്കര അട്രാക്റ്റീവ് പാർട്ട് തന്നെയായിരുന്നു ഇന്ത്യൻ പവലിയനെ സംബന്ധിച്ച്. അതുപോലത്തെ കുറച്ച് ക്ലേ പ്രോഡക്ട്സ്, ക്ലേ വിഗ്രഹങ്ങളും സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പില്ലോസ്, അതുപോലെ ഇവിടെ നമ്മുടെ ഫോട്ടോസ്, നമ്മൾ പെൻസിൽ സ്കെച്ച് നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ വരച്ചു തരും. നമുക്ക് സ്പോട്ടിൽ ഇരുന്ന് നമുക്കത് ഫിനിഷ് ആക്കി തരും. അതുപോലെ തന്നെ സ്പ്രേ കാരിക്കേച്ചേഴ്സും കാർട്ടൂൺ പിക്ചേഴ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് അല്ലാതെ ജ്വല്ലറി, വളമാല, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ സ്പ്രേ പെയിന്റിലും പടം വരച്ച് തരുന്ന ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഫുഡും നമുക്ക് അവിടെ ഹെറിറ്റേജ് ഏരിയയിൽ നല്ല ഇന്ത്യൻ ഫുഡ് വാങ്ങിച്ച് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ സ്റ്റേജ് നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 പരിചയപ്പെട്ടല്ലോ, മെയിൻ സ്റ്റേജ്. അത് ഗ്ലോബൽ വില്ലേജിന്റെ മെയിൻ സ്റ്റേജ് ആണ്. ഓരോ പവലിയന്റെ അകത്ത് കയറുമ്പോൾ അവിടെയും സ്റ്റേജസ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു സ്റ്റേജസ്. അപ്പൊ അവിടെ ആ പവലിയന്റെ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് നടക്കുന്നത്. അതായത് രാജ്യത്ത് നിന്ന് വന്ന് അവതരിപ്പിക്കുന്ന ട്രഡീഷണൽ ഡാൻസ് ഫോമുകളും ആർട്ട് ഫോമുകളാണ് നമ്മൾ കാണുന്നത്. ഇത് പാലസ്തീൻ ലെബനൻ പവലിയൻ ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കണ്ട ഒരു പവലിയൻ. നമ്മൾ അതുപോലെ നടന്നു പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ഫുഡിന്റെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എല്ലാ രാജ്യത്തെ ഫുഡും കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഏത് രാജ്യത്ത് ട്രൈ ചെയ്യണമെങ്കിലും എല്ലാവർക്കും സാധിക്കുന്ന ചൈന പവലിയൻ ആണ്. ഭയങ്കര രസമുള്ള, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറും അതിന്റെ ഇൻസൈഡും അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആണ്. എന്തോ ഒരു സാധനങ്ങളാണെന്ന് അറിയാം. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വാങ്ങിക്കാതെ ഇറങ്ങാനേ തോന്നില്ല, അതുപോലെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചൈന പവലിയനാണിത്. ഈ ദുബായ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് UAE തന്നെ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ടിക്കറ്റ് റേറ്റ് ഉള്ള ഒരു ഏരിയ ആണ്. ഏതൊരു സാധാരണക്കാർക്കും നമുക്ക് കയറി ഇത്രയധികം കാര്യങ്ങൾ ഒരു പാക്കേജ് ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. പവലിയൻസ്, ഷോപ്പിംഗ്, ഫുഡ്, നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട കുറേ ഗെയിംസ്, കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതിന്റെ ടിക്കറ്റ് റേറ്റ് ഒക്കെ വരുന്നത് 25 dirhams to 30 dirhams ആണ്. അത് ചെറിയ ഒരു വേരിയേഷൻസ് ഒക്കെ വരും, കാരണം അത് വീക്കെൻഡ്സിൽ അതുപോലെ മൾട്ടിപ്പിൾ എൻട്രി ടിക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഉണ്ട്. അവിടെ നേരിട്ട് ചെന്ന് ടിക്കറ്റ് വെൻഡിങ് മെഷീൻ ത്രൂ എടുക്കുന്ന ടിക്കറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ പവലിയൻസിന്റെ അകത്തോട്ടുള്ള എൻട്രി ഒക്കെ നമുക്ക് ഫ്രീ ആണ്. ഷോപ്പ് ചെയ്യാനുള്ള പ്രോഡക്ട്സിന്റെ പൈസ നമ്മൾ കൊടുക്കണം. പിന്നെ അതുപോലെ നമുക്ക് കാർണിവൽ ഏരിയയിൽ കയറിയിട്ട് ഗെയിംസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതുപോലെ അഡ്വഞ്ചർ ഗെയിംസ്, റൈഡിലൊക്കെ കയറാനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടിക്കറ്റ് ബൂത്ത്, വെൻഡിങ് ബൂത്തുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാർണിവലിൽ കയറാനും അവിടെ ഉണ്ട്. അതുപോലെ എല്ലാ ഫുഡിന്റെ ഒക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് അകത്ത് കയറി കഴിഞ്ഞാൽ ചെയ്യണം. പക്ഷെ ഇത്രയും ഹോൾ പാക്കേജിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു 25 to 30 dirhams വരുന്നത്. നമ്മുടെ നാട്ടിലെ രൂപ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 650 to 700 റേഞ്ചിൽ റുപ്പിയിൽ പറയുകയാണെങ്കിൽ. റോഡ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത് ഏഷ്യൻ പ്രോഡക്ട്സിന്റെ സെയിലാണ്. അതിലൊക്കെ ഓരോ സ്റ്റോറുകളാണ്, അതിന്റെ ഒരു വഴി പോലെ വെച്ചേക്കാണ്. അതിന് ഓപ്പോസിറ്റ് വരുന്നതാണ് കൊറിയ, തായ്ലൻഡ്. അതിന്റെ ഇരുവശത്തുമായിട്ട്, റോഡ് ഓഫ് ഏഷ്യയുടെ ഇരുവശത്തുമായിട്ട് അമേരിക്ക ആൻഡ് ജപ്പാൻ. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫസാഡുകളാണ്, ഫ്രണ്ടാണ് എല്ലാത്തിന്റെയും. ജപ്പാൻ, അമേരിക്ക, എല്ലാത്തിൻ്റെ അതായിട്ടോ, എല്ലാത്തിൻ്റെ നല്ല അട്രാക്റ്റീവ് ആണ്, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സീസണിൽ ഇവിടേക്ക് ബസ് സൗകര്യമുണ്ട്. ഗേറ്റിന് മുമ്പിൽ നിർത്തുന്ന രീതിയിൽ ബസ് ഉണ്ട്. ടൈമിംഗ് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ ഈ ബസ് സൗകര്യവും അതുപോലെ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടിക്കറ്റ് പ്രൈസും കാരണം നമുക്ക് ഏതൊരു സാധാരണക്കാർക്കും ഒന്ന് വന്നു പോകാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഓരോ പവലിയന്റെ ഫസാഡ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ. നമുക്ക് എല്ലാത്തിലും കയറാൻ തോന്നും. പിന്നെ ഓരോ എല്ലാം നമുക്ക് ഒറ്റ ഇതിന് ഞാൻ പറഞ്ഞല്ലോ പോസിബിൾ അല്ല. ഇതുപോലെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് കേട്ടോ. പലതരം ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയാലും അതുപോലത്തെ പല ഫുഡ് കിട്ടുന്ന ഏരിയ ഉണ്ട്. അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനും ഗ്യാദർ ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിന്റെ മിഡിൽ പോർഷനിലായിട്ട്, എൻറ്റയർ ഗ്ലോബൽ വില്ലേജിന്റെ മിഡിൽ പോർഷനിലായിട്ട് നല്ല ഒരു ഏരിയ ഉണ്ട്. പച്ചപ്പുലത്തെ കിടയൊക്കെ വിരിച്ചിട്ട് ഇരുന്ന് കഴിക്കാനായിട്ട് ബെഞ്ചസ് ഉണ്ട്, അല്ലാതെ താഴെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അടുത്തതായി നമ്മൾ കയറാൻ പോകുന്നതാണ് സിറിയ പവലിയൻ. ഈ സിറിയ പവലിയന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് പവലിയന്റെ ഇൻസൈഡ് വിശേഷങ്ങൾ കാണാം. അതുപോലെ പവലിയന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഒരു സിറ്റിംഗ് പ്ലേസ് വരുന്നത്. പവലിയന്റെ ഫ്രണ്ടിൽ കണ്ട ഒരു തുണി നെയ്ത്ത് യന്ത്രമാണ് അത് നല്ല രസമായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്.
അതതിന്റെ ഫ്രണ്ടിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് അതിന്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ സിറിയ പവലിയന്റെ അകത്ത് എന്തൊക്കെയാണ് കാഴ്ചകളെന്നൊന്ന് കണ്ടു നോക്കാം. സിറിയ പവലിയന്റെ തൊട്ടടുത്താണ് നമ്മുടെ സ്റ്റൺ ഷോ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ സ്റ്റൺ ഷോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പൊ നമുക്ക് സിറിയ പവലിയന്റെ അകത്തെ കാഴ്ചകൾ കാണാം. സിറിയ പവലിയന്റെ അകത്ത് എൻട്രി ആയി കഴിയുമ്പോഴത്തേക്കും അതും അതെ കേട്ടോ, കുറെ ഡ്രസ്സുകൾ തന്നെ നമുക്ക് ഫസ്റ്റ് കണ്ണിലടക്കും. നല്ല അറബിക് ടച്ചുള്ള സിറിയൻ കൾച്ചറൽ ഡ്രസ്സുകളാണ് ഇവിടെയും വരുന്നത്. ട്രഡീഷണൽ സിറിയൻ വെയേഴ്സ്. സെയിൽസ് എനി പീസ് 200 ദിറംസ് ആണ് ഏതെടുത്താലും എന്നാണ് ആ ഷോപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ, നല്ല ഹാൻഡ് വർക്ക് ആണ്. ഹാൻഡ് വർക്ക് കൊണ്ട് മെഷീൻ വർക്ക് ഉണ്ട് കേട്ടോ. ഹാൻഡ് വർക്ക് ഷോളൊക്കെ നല്ല റേറ്റ് കൂടുതലാണ്. അതുപോലെ ഓത് പെർഫ്യൂംസ് അവരുടെ തന്നെ ഓൺ ഡിസൈൻസ് ആണ്. എല്ലാ പവലിയനിലും ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഓൺ ഡിസൈൻസ് ആൻഡ് ഓൺ മെയ്ഡ് പ്രോഡക്ട്സ് ആയിരിക്കും. അപ്പോൾ ഇതും അവിടുത്തെ കുറേ ചെരുപ്പുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാം തന്നെ നമ്മൾ കണ്ടു. സിറിയൻ പവലിയനും ഫുള്ളായിട്ട് കണ്ടിരുന്നു. ഇന്നർ വെയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതും അതെ ഓതാണ്, സുഗന്ധം ഇങ്ങനെ പുകയ്ക്കുന്നതാണ് വീടിനകത്തും റൂംസിന്റെ അകത്തൊക്കെ, ഓഫീസ് റൂം, വീട്ടുകളുടെ അകത്തൊക്കെ. ഇതൊക്കെ പിന്നെ നമ്മുടെ നട്ട്സ് ആൻഡ് സ്പൈസസ് ഒക്കെയാണ്. പിന്നെ അതെ കുറെ അണ്ടർ ഗാർമെന്റ്സ്, അതുപോലെ ജ്വല്ലറി, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ജ്വല്ലറികൾ ഇവരുടെ ഡിസൈനിൽ വരുന്നുണ്ട്. പിന്നെ ഒഴിച്ചുകൂടാനാവാത്ത എടുത്തു പറയേണ്ട നമ്മുടെ അറബിക് സ്വീറ്റ്സ്, അറബിക് പിക്കിൾസ്, ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. അറബിക് പിക്കിൾസ് അതുപോലെ സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണല്ലേ. അത് ഒരുപാട് ഷോപ്പ് അതിന്റെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആ വരുന്ന ഷോപ്പുകള്. പ്രോഡക്ട്സ് ഒക്കെ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ വരുന്നത് ഒരു ജ്യൂസ് ആൻഡ് ഷേക്ക് ഒക്കെ ഷോപ്പാണ്. അതൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് ചെയ്തു തരുന്ന ഒരു ഷോപ്പായിരുന്നു അത്. അതുപോലെ തന്നെ അതിന്റെയും അകത്ത് സ്റ്റേജ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഓരോ പവലിയന്റെ അകത്തും സ്റ്റേജസ് വരുന്നുണ്ട്. റൂഫ് എപ്പോഴും ഇതുപോലെ ഓപ്പൺ ആയിരിക്കും. ഓരോ ഷോപ്പിനും റൂഫ് ഉണ്ട്, എന്നാലും കോമൺലി നമുക്ക് സ്കൈ കാണുന്ന രീതിയിലാണ് സ്റ്റേജ് ആണ് അതിന്റെ ഇൻസൈഡ് വരുന്നത്. ഭയങ്കര രസമുള്ള ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോം കാണാൻ പറ്റി ചെന്ന സമയത്ത്. ഒരു സിറിയൻ ഗ്രൂപ്പ് ഡാൻസ്. സൂപ്പർ ഡാൻസ് ആയിരുന്നു. അതുപോലെ ഇതാണ് അതിന്റെ ഹെറിറ്റേജ് ഏരിയ വരുന്നത്. ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു അത്. അതുപോലെ തന്നെ നമുക്ക് ആ ഹെറിറ്റേജ് ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫുഡ് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനും പറ്റും ആ ഒരു ഏരിയയില്. സ്വീറ്റ്സിന്റെ കാര്യം പറയാനാണെങ്കിൽ അറബിക് സ്വീറ്റ്സിന് വെല്ലുന്ന ഒന്നുമില്ലല്ലോ. അപ്പോൾ സ്വീറ്റ്സ് എന്താ പറയാ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു ഏരിയ ആയിരുന്നു. കൊനാഫ, അറബിക് കൊനാഫാസ് നല്ല പല ഫ്ലേവറിൽ കിട്ടുന്നതുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കാർപ്പറ്റ്സ്, അതുപോലെ തന്നെ മിറേഴ്സ്, അതിലൊക്കെ വർക്ക് ചെയ്ത മിറേഴ്സ്, ഹാങ്ങിങ് ലൈറ്റ്സ്, വാൾ ഡെക്കോസ്, അതൊക്കെ ആയിരുന്നു ആ ഷോപ്പിലുണ്ടായിരുന്നത്. അത് ഭയങ്കര രസമുള്ള ഒരു ഷോപ്പായിരുന്നു കേട്ടോ. നല്ല ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെൻട്രൽ പോർഷനിൽ വരുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ, ചെറിയ ചെറിയ കടകളിലൊക്കെ അതുപോലെ തന്നെ വാൾ ഡെക്കോസും ഇന്റീരിയർ ഡെക്കറേഷനൊക്കെ പറ്റിയ സാധനങ്ങളും നമ്മുടെ വീട്, ഓഫീസ്, അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഇന്റീരിയർ പീസുകൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ.
ഓരോ പവലിയനും ഓരോ വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ പ്രോഡക്ട്സുകളാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അതായത് ഒരേ പർപ്പസ് ഒന്നാണെങ്കിൽ പോലും പല വെറൈറ്റീസ്, പല തരത്തിലുള്ള മെറ്റീരിയലും പല തരത്തിലുള്ള ഡിസൈൻസ്, വർക്കൊക്കെ, ഇതൊക്കെ അവിടെ വരുന്ന ഓരോ സ്പൈസസും ഓരോ തരം ഐറ്റംസ് ആണ് ഓരോ ഷോപ്പും. ഇതും അതെ, ഓരോ ഷോപ്പ് നമ്പറൊക്കെ ഇട്ട് ഷോപ്പിന് പേരൊക്കെ കൊടുത്ത് ഓരോ ചെറിയ ചെറിയ റൂംസ് ആയിട്ടാണ്. ഇതിന്റെയൊക്കെ ഇൻ ബിറ്റ്വീൻ നമുക്ക് നടക്കാനും പറ്റും. ഇതൊക്കെ നട്ട്സ് ആണ്, പലതരത്തിലുള്ള നട്ട്സിന്റെ ഷോപ്പായിരുന്നു. പിന്നെ നമുക്ക് ഇടയിലൂടെ നടന്ന് പല പല ഷോപ്പിലൂടെ ഷോപ്പ് ചെയ്യാം. ഇത് സോപ്പാണ്, ഹോം മെയ്ഡ് സോപ്പ്, ഷാംപൂ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അത്. സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഓൾ കൈൻഡ് ഓഫ് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഈ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ നമുക്ക് എഗെയിൻ സ്വീറ്റ് സോപ്പാണ് കൂടുതൽ അതിൽ കണ്ടത്. ഇതും അതുപോലെ തന്നെ കുറച്ച് മറ്റേ അറബിക് കോഫി, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ, സൽക്കാരത്തിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഉണ്ടാകുന്ന കാര്യമാണല്ലോ. അപ്പം അതിന് പറ്റിയ കുറച്ച് ആക്സസറീസ് ആയിരുന്നു ആ ഷോപ്പിൽ നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ തിരിച്ച് ഫ്രണ്ടിലോട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന വഴിക്കാണ് ഈ ഒരു ഡെസേർട്ടിന്റെ ഒരു ഷോപ്പ് കണ്ടത്. പിന്നെ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സ് കണ്ടിട്ട് ഞാൻ വീണ്ടും ഒന്ന് പോയി നോക്കിയതാണ്. കൊച്ചുകുട്ടികളുടെ ഡ്രസ്സൊക്കെ കണ്ടു. നമ്മൾ ഓപ്പൺ ടു സ്കൈ ആയതുകൊണ്ട് തന്നെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ക്യാപ്പിലും ടീഷർട്ടിലൊക്കെ ഇലുമിനേറ്റഡ് ആയിട്ടുള്ള പ്രിന്റ്സ്, ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇലുമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന തരം പ്രിന്റ്സ് ഒക്കെ ചെയ്യുന്നതാണ്. ഇതാണ് അറബിക് കോഫി, കാവ. വളരെ ഫേമസ് ആയിട്ടുള്ള കാവ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ടേസ്റ്റ്. ചെറിയൊരു കയ്പോട് കൂടിയിട്ട്, മധുരമൊന്നും ഇടില്ല, ചെറിയ എമൗണ്ടിലാണ് അത് കുടിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വിവിധ ഫ്ലേവേഴ്സിലുള്ള പോപ്കോൺസ് ഒക്കെ സെയിൽ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഗ്ലോബൽ വില്ലേജ് ഒരു സെൻട്രൽ പോർഷനിൽ നിന്നിട്ട് നമ്മൾ കാണുന്ന വ്യൂ. കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാം. വാട്ടർ ഫൗണ്ടെയിൻ, ഡാൻസിങ് ഫൗണ്ടെയിൻ, അതുപോലെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് പവിലിയൻസ് ആണ് കാണുന്നത്. ഈദിന്റെ ഒരു ഇഫ്താർ പാർട്ടി നടക്കുന്ന ഈദ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് നമ്മൾ കണ്ടു. ആഫ്രിക്ക പവിലിയൻ, ഒന്നും പറയാനില്ല, അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉള്ള ഒരു പവിലിയനാണ്. റഷ്യ, യൂറോപ്പ് എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പരിചയപ്പെട്ടല്ലോ. കാർണിവൽ ഏരിയ, അതാണ് ആ കാണുന്നത് കാർണിവൽ ഏരിയ. അതുപോലെ അതിന്റെ അടുത്ത് വരുന്ന നമ്മുടെ ബിലീവ് ഇറ്റ് ഓർ നോട്ട്, മെയിൻ സ്റ്റേജ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 പരിചയപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ പാർട്ട് 1ഉം 2ഉം എല്ലാം കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിറിയ പവലിയന്റെ ഇതാണ് ഔട്ട്സൈഡ്. നമ്മൾ ഇന്റീരിയർ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം മിഡിൽ പോർഷനിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് എൻറ്റയർ ഗ്ലോബൽ വില്ലേജിന്റെ ലുക്ക്. പവലിയൻസ് ഒക്കെ ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. UAE പവലിയനില് ഭയങ്കര രസകരമായിട്ട് നമ്മുടെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിന്റെ ചെറിയൊരു ബിൽഡിംഗും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇരിക്കുന്ന കാർപ്പറ്റ് ഒക്കെ വിരിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സെൻട്രൽ പോർഷനിൽ ഇരിക്കുന്നതാണ്. ഇഫ്താർ ടൈമിൽ ഒരു ഇഫ്താർ കരീമിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഈവനിങ് ഗ്യാതറിങ്ങിന് ഇഫ്താർ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വാട്ടർ ഫൗണ്ടെയിൻ ആണ്, ഡാൻസിങ് ഫൗണ്ടെയിൻ, കുട്ടികൾക്കുള്ള ഏരിയ ആണത്. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. പിന്നെ അടുത്ത മെയിൻ കാര്യം നമ്മുടെ ഫുഡാണ്. വിവിധ കൾച്ചറിലുള്ള വിവിധ തരം ടേസ്റ്റുകൾ, ഫ്ലേവേഴ്സ് കിട്ടുന്ന നമ്മുടെ പല രാജ്യത്തെ ഫ്ലേവേഴ്സ് കിട്ടുന്ന സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോരോ റെസ്റ്റോറൻ്റ് ആണ്. ഓരോ റെസ്റ്റോറൻറ്റിലും വിവിധ ഭയങ്കര ടേസ്റ്റുള്ള, ഞാൻ ഒരുവിധം ഫുഡൊക്കെ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. തായ് ഫുഡ്സ്, അതുപോലെ നമ്മുടെ ലെബനീസ്, ടർക്കിഷ് ഫുഡ്, പിന്നെ നമ്മുടെ ചൈനീസ്, ഇന്ത്യൻ, എല്ലാ തരം ഫുഡുകളും ഉണ്ട് കേട്ടോ. പാകിസ്ഥാൻ, പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റെയിൽവേ മാർക്കറ്റിലൊക്കെ പോയാലും ഫ്രൂട്ട്സിന്റെ തന്നെ പലതരം ഫ്രൂട്ട്സ്, നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് ഒക്കെയാണെന്ന് അറിയാമോ. ഇത് ഇറാൻ പവിലിയൻ ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ചിലത് പവിലിയൻസ് ഇങ്ങനെ അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത്, ചിലത് നമുക്ക് ഇൻ ബിറ്റ്വീൻ റോഡുണ്ട്. റോഡ് മീൻസ് ഇൻസൈഡ് വരുന്ന റോഡ്, അതിന് ചുറ്റും ഇതുപോലെ ഫുഡിന്റെ കിയോസ്കുകളും ഫുഡിന്റെ സ്റ്റോളുകളും ഉണ്ട്. ചില സ്ഥലത്ത് ഇതുപോലെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ കാർണിവൽ ഏരിയ, അങ്ങനത്തെ ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ നമ്മുടെ ഗ്ലോബൽ വില്ലേജിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഖത്തർ പവിലിയൻ. അങ്ങനെ ഇത്
ഒരുപാട് പവലിയൻസ് ഉണ്ട് ഇതിന്റെ അകത്ത് തന്നെ. നമുക്ക് ഇതുപോലെ ഫുഡിന്റെ കാര്യമാണ്, വളരെ വളരെ വെറൈറ്റീസ് കിട്ടുന്ന ഒരു സ്ഥലം. നമുക്ക് അത്രയും അധികം ഫുഡ് ഏത് കാറ്റഗറിയിൽ പെട്ടതും കിട്ടും. അതായത് ഏത് കൺട്രി വേണോ, ഏത് കൈൻഡ് ഓഫ് ഫുഡ് വേണോ, സ്ട്രീറ്റ് ഫുഡ്സോ അങ്ങനെ എന്ത് ഫ്ലേവേഴ്സും നമുക്ക് കിട്ടും. അറബിക് രാജ്യങ്ങളിൽ ഏറ്റവും ടേസ്റ്റുള്ള ഏറ്റവും നല്ല ഈന്തപ്പഴം കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും നമ്മുടെ KSA, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. ഈ പവലിയന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് എത്ര വെറൈറ്റീസ് ഓഫ് ഈന്തപ്പഴങ്ങൾ, ഡേറ്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അത്രയും വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് തരത്തിലുള്ളത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനൊക്കെ പറ്റും. എന്തോരം തരമാണെന്ന് അറിയാമോ? നമ്മൾ പലതരത്തിലുള്ള ഉണക്കൊക്കെ പലതരത്തിലുള്ളതുണ്ട്. അതുപോലെ ഓരോ പവലിയനിലും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ലബനീസ് പവലിയനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല തേൻ കിട്ടും. പിന്നെ പാകിസ്ഥാൻ പവലിയനിൽ നിന്ന് നമ്മൾ കൂടുതൽ ലെതർ പ്രോഡക്ട്സ് വാങ്ങിക്കാറുണ്ട്. ജാക്കറ്റ്സും പേഴ്സ്, ബെൽറ്റ്, അതുപോലത്തെ ലെതർ പ്രോഡക്ട്സ് വാങ്ങിക്കാനായിട്ട് നമ്മൾ പാകിസ്ഥാൻ പവലിയൻ ചൂസ് ചെയ്യാറുണ്ട്. നല്ല ഒറിജിനൽ ലെതേഴ്സ് ആണത്. അതുപോലെ ഈ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പവലിയൻ ഒന്നല്ല, നമ്മുടെ ടോയ്ലറ്റ് ആണ്, നമ്മുടെ വാഷ്റൂമാണ്. ഫീമെയിൽ വാഷ്റൂമും അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് മെയിൽ വാഷ്റൂം. അതേ ലൈനിൽ തന്നെ കാണുന്നത് മെയിൽ വാഷ്റൂമുമാണ്. എന്ത് ഭംഗിയായിട്ടാണല്ലോ അതും ചെയ്തു വെച്ചിരിക്കുന്ന. ഒരു പവലിയന്റെ അതേ ലുക്ക് തന്നെ അതിനും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഓരോ സ്റ്റോളുകളാണ്. പിന്നെ ഫിയാസ്റ്റ സ്ട്രീറ്റും അതും അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്ട്രീറ്റ് സ്റ്റൈലിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മൾട്ടി കളർഫുൾ ഫ്രെയിം. ആദ്യം പറഞ്ഞ ഫ്രെയിം. ഈ ഫ്രെയിമിന്റെ തൊട്ടടുത്താണ് നമ്മുടെ സ്റ്റാൻഡ് ഷോ വരുന്നത്. സ്റ്റാൻഡ് ഷോ എന്നാൽ വൺ ഓഫ് ദ അട്രാക്റ്റീവ് ഒരു പ്രോഗ്രാമാണ് അവിടെ ഉള്ളത്. സ്റ്റാൻഡ് ഷോയിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈവ് ആയിട്ടുള്ള നമ്മൾ എന്താ പറയുക, ഒരു ഷോർട്ട് ഫിലിം കാണുന്ന ഫീലാണ്. ഒരു 20 മിനിറ്റ്സ് ഉള്ള ഒരു ലൈവ് പ്രോഗ്രാം ആണ് അത്. അതൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് മുമ്പിൽ അവർ കാണിക്കുകയാണ്. ഹാക്സ് ഓഫ് ദം. ബിക്കോസ് ഇത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഇത്രയും അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു റീടേക്കോ ഒരു എഡിറ്റിങ്ങോ ഇല്ലാതെ നമ്മൾ ലൈവായിട്ട് കാണുകയാണല്ലോ. ഇവിടെ സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഈ സെൻട്രൽ പോർഷനിൽ കാണാനാണ് VIP സീറ്റിംഗ് ഏരിയ. അതുപോലെ മറ്റ് സീറ്റിംഗ് ഏരിയ ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് സീറ്റിംഗ് ഏരിയ വരുന്നത്. നമുക്ക് അവിടെയും സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് നമ്മുടെ ചെറിയ വ്യാപാരികൾ നമുക്ക് ഇങ്ങനെ സെയിലുണ്ട് ഫുഡൊക്കെ. ഇതാണ് ടോട്ടൽ ആ സ്റ്റണ്ട് ഷോ നടക്കുന്ന ഏരിയ. സ്റ്റണ്ട് ഷോ എന്ന് പറയുന്നത് എന്താ പറയാ, കുറെ അഡ്വഞ്ചർ കാര്യങ്ങൾ വണ്ടികൾ കൊണ്ടും ഈ മോളിൽ കാണുന്ന സ്പ്രിംഗിൽ കൂടെയൊക്കെ തൂങ്ങി അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ ആ കാണുന്ന ഡിസ്പ്ലേ ബോർഡിൽ നമുക്ക് ഇതിന്റെ ഒരു ചെറിയ സ്റ്റോറി, ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റണ്ട് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോറി നമുക്ക് ആ ഡിസ്പ്ലേ ബോർഡിൽ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് സ്റ്റണ്ട് ഷോയിലെ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. 20 മിനിറ്റ് കൊണ്ട് ഒരു കഥ മുഴുവൻ കാണിക്കുകയാണ്. അതിന് തുടക്കം ഒരു ക്ലൈമാക്സും ഉണ്ടാവും. ആ കഥ കാണിക്കുന്നത് പല കൈൻഡ് ഓഫ് അഡ്വഞ്ചർ തിങ്സിലൂടെ ആയിരിക്കും. ഓരോ ഇയറിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള പുതിയ കഥകളാണ് അവർ കൊണ്ടുവരുന്നത്. റിപ്പീറ്റഡ് അല്ല, അങ്ങനെ എനിക്ക് തോന്നിയില്ല. പിന്നെ മോള് നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കാണുന്നുണ്ടായിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ട് സോങ്ങും നല്ല ഒരു വൈബാണ് അത് കാണാൻ. നല്ല ഓളാണ്. വെള്ളത്തിലൂടെയും തീയിലൂടെയും അതുപോലെ വണ്ടികൾ കൊണ്ടും സ്ട്രിങ്ങിൽ തൂങ്ങിയും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണുന്നത്. ഈ ഒരു ഷോയും ഒരു ദിവസം 4 ഷോയാണ് അവിടെ എഴുതി കാണിക്കുന്നത്. എനിക്ക് എന്തോ ഒരു ടൈം ഇന്റർവെൽ ഉണ്ട്. ഹാഫ് ആൻ അവർ ആണ് ഇന്റർവെൽ എന്ന് എനിക്ക് തോന്നുന്നു. 20 മിനിറ്റ്സ് ആണ് ഓരോ ഷോയും വരുന്നത്. അപ്പോൾ അവിടെ ടൈം എഴുതി കാണിക്കും ഡിസ്പ്ലേ. നമ്മളിങ്ങനെ ടൈം നോക്കി നിന്നിട്ടാണ് പോയത്. ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഈ ഒരു പോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. 2 പേര് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഒരു ജെറ്റിന്റെ മുകളിൽ 2 പേര് നിന്നിട്ട് കളിക്കുന്നതാണ് അത് കേട്ടോ. നല്ല ഭയങ്കര രസമായിട്ട് തോന്നും നമുക്ക്. ഭയങ്കര ഹൈറ്റിലുള്ള ഒരു ടവറാണത്. ആ ഒരു ടവർ പോളിന്റെ മുകളിൽ ഒരാൾ കയറി നിന്നിട്ടാണ് അവിടുന്ന് അത്രയും ഡെപ്തിലുള്ള വെള്ളത്തിലേക്കാണ് വീഴുന്നത്. അവരുടെ ടൈമിങ്ങും അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫേർട്ട്, അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ ആ ഒരു അവരുടെ ഒരു കഴിവ് നമുക്ക് അവിടെ കാണാൻ പറ്റും എന്തായാലും. അതുപോലെ എൻ്റെ ഗ്ലോബൽ വില്ലേജ് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നും. കാരണം എവറി ഇയർ വരുമ്പോഴും
ഈ ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ വരുമ്പോൾ പുതിയ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പഴയതൊക്കെ മാറ്റിയിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു രീതിയിൽ കാണുന്നത് കൊണ്ടും മൊത്തത്തിൽ നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നും ഓരോ സീസണിൽ നമ്മൾ ചെല്ലുമ്പോൾ. ഗ്ലോബൽ വില്ലേജ് പാർട്ട് 1ന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.